യൂട്യൂബ് ചാനലില് 1,00,000 ആൾക്കാർ സബ്സ്ക്രൈബേഴ്സ് ആയി. അതിനാണ് നമ്മളിപ്പോ കേക്കൊക്കെ മുറിക്കാനായിട്ട് ഹായ് കൊടുക്കുക. ശരി എല്ലാം കഴിഞ്ഞപ്പോഴാണ് പൊട്ടുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരാൾക്ക് ഒരു 100K സബ്സ്ക്രൈബേഴ്സ് അടിച്ചിട്ടാണ്. തമിഴിൽ കണ്ട പോലെ തന്നെ കിച്ചുവിന് 100K സബ്സ്ക്രൈബേഴ്സ് അടിച്ചതിന്റെ ഒരു സെലിബ്രേഷൻ കൊണ്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. സെലിബ്രേഷൻ തന്നെ നമ്മൾ കേക്ക് വാങ്ങി മുറിക്കുന്നൊന്നുമില്ല, ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ. നമ്മൾ പാവപ്പെട്ടവരാണേ. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ പിന്നാമ്പുറം എന്തായിരിക്കും പലരും ചിന്തിച്ചിട്ടുണ്ട്. കിച്ചു ഒരു 100K സബ്സ്ക്രൈബേഴ്സ് ആയതിന് ഈ പെണ്ണുമ്പോൾ ഇതിനെ വീഡിയോ ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. ഞാൻ കാര്യം പറഞ്ഞുതരാം. അതിന് മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും ഒരു കാര്യം കമന്റ് ചെയ്യുക. ഓക്കെ, ഞാൻ ഇത്രയധികം സന്തോഷിച്ച് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കുക എനിക്ക് വട്ടാന്ന്. വേറൊന്നല്ല ഗൈസ്, ഈ ഒരു വെറും 17 വീഡിയോസ് കൊണ്ടാണ് 100K സബ്സ്ക്രൈബേഴ്സ് അച്ചീവ് ചെയ്തിട്ടുള്ളത്. ഈ പുള്ളിക്കാരനെ ഇത്രയും പൊക്കി പറയാനുള്ള കാരണം വേറൊന്നുമല്ല. ഈ ഒരു പയ്യൻ സ്വന്തം അച്ഛന്റെ മരണശേഷം അല്ലെങ്കിൽ വിയോഗശേഷം അച്ഛന്റെ ബ്ലഡ്, മരണ വാർത്ത, അല്ലെങ്കിൽ അയാൾ മരണസമയത്ത് അനുഭവിച്ച വേദനകള്, കൊല്ലം സുധിയുടെ ഈ രേണു പറഞ്ഞു ഏത് നേരം നാക്കിനകത്ത് ഇതേ ഉള്ളൂ. അപ്പോൾ കൊല്ലം സുധിയുടെ മരണം, പിന്നെ ഇവര് ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന സന്തോഷകരമായ അസുലഭ നിമിഷങ്ങൾ, ഇത്തരത്തിലുള്ള യാതൊരു സംഭവങ്ങളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോട്ട് കൊണ്ടിടാതെ സ്വന്തം അച്ഛനെ വിറ്റ് റീച്ച് ഉണ്ടാക്കാതെ 100K സബ്സ്ക്രൈബേഴ്സ് എത്തിയിരിക്കുകയാണ് കിച്ചു എന്ന് പറയുന്ന പയ്യൻ. അതെങ്ങനെയാണ് എത്തിയിട്ടുള്ളത്? അവനോടുള്ള സ്നേഹം. കാരണം ആളുകൾ ചിന്തിക്കുകയാണ്, സ്വന്തം അച്ഛനെ വിറ്റ് ഇവനൊന്നും ചെയ്യുന്നില്ലല്ലോ, ഭാര്യ കണ്ടോ, തൊട്ടനും പിടിച്ചതിനൊക്കെ സുധി എന്നുള്ള പേര് വിറ്റോണ്ടിരിക്കുക ആ പെണ്ണുപിള്ള. അതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായിട്ട് സ്വന്തം അച്ഛനോടുള്ള സ്നേഹം, ബഹുമാനം, കാര്യങ്ങളൊക്കെ മനസ്സിൽ സൂക്ഷിച്ച് ആ അച്ഛന്റെ കൂടെയുള്ള നിമിഷങ്ങൾ മനസ്സിൽ മാത്രം ഒതുക്കി അവന്റെ ദിവസത്തിലെ ചില സന്തോഷപരമായ കാര്യങ്ങളും കൂട്ടുകാരെ കൂടെയുള്ള കാര്യങ്ങളും മാത്രം യൂട്യൂബിൽ ഇട്ടുകൊണ്ട് മാത്രം അവൻ വരുമാനം സമ്പാദിക്കാൻ നോക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഈ ഒരു യൂട്യൂബ് ചാനൽ കൊണ്ട് കിച്ചുവിൻ്റെതായ ഒരു പോക്കറ്റ് മണി കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും. അവന്റെ ആവശ്യങ്ങൾ, നീഡ്സ് ഒക്കെ നിറവേറ്റാൻ വേണ്ടി ഈ ഒരു വരുമാനം ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കൊല്ലം സുധിച്ചേട്ടനെ ആരാധിക്കുന്നതും വിശ്വസിക്കുന്നതും സ്നേഹിക്കുന്നവരുമായിട്ടുള്ള ഒരുപാട് പേര് കിച്ചുവിന്റെ കൂടെ ഉണ്ടാവും. അതിലൊരാളാണ് ഞാനും കിച്ചുവിന്റെ ഒരു സബ്സ്ക്രൈബറാണ്. ഞാനും എല്ലാ വീഡിയോസും കാണാറുണ്ട്, ലൈക്കും ചെയ്യും, ഷെയറും ചെയ്യും, ഞാൻ ഇനി മുതൽ കമന്റ് ചെയ്യും. ബിക്കോസ് ആ പയ്യനോട് ഞാൻ ഒരുപാട് റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്. സ്വന്തം അച്ഛന്റെ മരണവാർത്ത ആഘോഷമാക്കാത്ത, അത് വിറ്റ് പൈസയാക്കാത്ത ഒരു പയ്യൻ. ഒരുപാട് റെസ്പെക്ട് ഉണ്ട് അവനെ കാണുന്ന സമയത്ത്. ഒരു സുധിച്ചേട്ടനെ അതേപോലെ തന്നെ വാർത്ത വെച്ചേക്കാന്ന് പറയാം. കാഴ്ച കൊണ്ടും സ്വഭാവം കൊണ്ടും ആ ഒരു ഉച്ച താഴ്ത്തിയുള്ള സംസാരം കാണുമ്പോൾ തന്നെ നമുക്ക് സുധിച്ചേട്ടനെയാണ് ഓർമ്മ വരുന്നത്, അല്ലേ? എന്താണെങ്കിലും സുധിയുടെ അനുഗ്രഹവും കാര്യങ്ങളൊക്കെ കിച്ചുമോന്റെ കൂടെ കാലാകാലം ഉണ്ടാവട്ടെ. എന്നെപ്പോലുള്ള കിച്ചുവിനെ സ്നേഹിക്കുന്ന, റെസ്പെക്ട് ചെയ്യുന്ന ഒരുപാട് പേരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിച്ചുവിന്റെ കൂടെ ഉണ്ടാവും. ഇനിയും വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്നരാടനോ ഡെയിലി ഇടാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അത് കിച്ചുവിന് തന്നെ മുമ്പോട്ടുള്ള ഒരു സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും എന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ആൻഡ് എൻ്റെ ഈ വീഡിയോ കാണുന്ന ആളുകൾ മസ്റ്റായിട്ട് കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യുക. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആയിട്ടൊന്നും കാണണ്ട. എനിക്ക് ആ പയ്യന്റെ പ്രവർത്തികൾ രേണുവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാണുന്ന സമയത്ത് എനിക്ക് എന്തോ സന്തോഷം തോന്നുന്നു. ഞാൻ എൻ്റെ സന്തോഷം കൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.